തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. സുരക്ഷിത വീടെന്ന വർഷങ്ങളുടെ സ്വപ്ന സാഫല്യത്തിന് വയോധികരായ ദമ്പതികൾക്ക് തുണയേകി വീട് നിർമ്മിച്ചു നൽകി മായന്നൂരിലെ സൗഹൃദ കൂട്ടായ്മ. മായന്നൂർ പടിഞ്ഞാറ്റുമുറി സുലോചനയ്ക്കൊരു വീട് എന്ന ലക്ഷ്യത്തിൽ സൗഹൃദ കൂട്ടായ്മയുടെ ശ്രമഫലമായാണ് വീട് യാഥാർത്ഥ്യമായത്. വർഷങ്ങളായി വീടെന്ന സ്വപ്നം വിവിധ ജനപ്രതിനിധികളെ കണ്ടിട്ടും വിഷമങ്ങൾ അറിയിച്ചും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നത് ഈ ദമ്പതികൾക്ക് ജീവിത പ്രതിസന്ധിയായിരുന്നു. 10 വർഷത്തിലധികമായി ടാർപ്പായ മേഞ്ഞ കുടിലിൽ കഴിഞ്ഞ കുടുംബാംഗങ്ങൾക്ക് പ്രളയകാലങ്ങളിൽ ദുരിത ജീവിതമാണ് സമ്മാനിച്ചിരുന്നത്. അവർ അനുഭവിക്കുന്ന പ്രയാസം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികളും സാമൂഹ്യ പ്രവർത്തകരും കൂട്ടായ്മ രൂപീകരിച്ച നാട്ടുകാരുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. കുറേ സമയങ്ങളായി പല ഭാഗത്തും അപേക്ഷ കൊടുത്തായിരുന്നു, എന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാ ജനങ്ങളും കൂടിയിട്ട് ഒരു ഇരിപ്പിടാക്കി തന്നത്, അതുകൊണ്ട് അവർക്ക് നന്ദി. അവർക്ക് എഴുത്ത് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് എഴുത്ത് കൊടുത്തു, പിന്നെ ഇവിടുത്തെ രാധാകൃഷ്ണൻ സാറിന് അവർക്ക് എഴുത്ത് കൊടുത്തു. അവിടെ പോയി അന്വേഷിച്ചിട്ട് ഇത്രയും വരെ ഞങ്ങൾക്ക് ഒരു ഉപകാരങ്ങളും ഉണ്ടായിട്ടില്ല. 2011 വീട് റിപ്പയറിന് ഒരു 5000 രൂപ തന്നു. അപ്പം അത് കഴിഞ്ഞ് 5 വർഷം കഴിയേണ്ടി വരും പറഞ്ഞു. 5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 വർഷമായി. പുതുതായി നിർമ്മിച്ച വീടിന്റെ മുൻവശത്ത് കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ വ്യക്തികൾ വീടിന്റെ വയോധികരായ ദമ്പതികൾക്ക് താക്കോൽദാനം നിർവഹിച്ചു. ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് CCV റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഏകദേശം ഒരു 9 വർഷത്തോളം ഈ ഒരു കുടിൽ, ചെറ്റക്കുടിൽ തന്നെ പറയാം, അങ്ങനെ ഒരു കുടിലിൽ അവർ താമസിക്കുകയായിരുന്നു. അവിടെ പാമ്പും പഴുതാരയും മറ്റുമായിട്ട് മഴക്കാലത്ത് വെള്ളവും ഒക്കെ ആയിട്ട് അവർ വളരെ പ്രയാസം അനുഭവിച്ചിരുന്നതുമാണ്. അങ്ങനെ ലൈഫിലുള്ള വീടുകൾ നമുക്ക് ലഭിക്കില്ല എന്ന് പൂർണ്ണമായിട്ട് നമ്മുടെ പഞ്ചായത്ത് അധികാരികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, വിധവകൾക്ക് വീട് ലഭിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുതിർന്ന ചേട്ടനായിട്ടുള്ള ശശിയേട്ടൻ ഈ കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയുണ്ടായി. ആ പങ്കുവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആളുകളെല്ലാം ഇത് കാണുകയും ഫേസ്ബുക്കിലൂടെ അത് കാണുകയും അത്തരത്തിൽ അവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ 2 മരുമക്കളും നമ്മളോടൊപ്പം സഹകരിക്കാം എന്നുള്ള ഒരു വാക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും കൂടി ഒരു പരിശ്രമം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നല്ലൊരു വീട് അവർക്ക് വെച്ച് നൽകാൻ സാധിച്ചത്. തറപ്പണി കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. വീട് ലഭിക്കും എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ തുടർച്ചയായ ഗ്രാമസഭകളിൽ അവർ പങ്കെടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി, അവിടെ നിന്ന് തികച്ചും അവരെ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഗ്രാമസഭകളിൽ ഉണ്ടായത്. വിധവകൾക്കേ വീട് ലഭിക്കൂ എന്നുള്ള രീതിയിൽ തീർത്തും ഇവരെ മുഖത്തടിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു സന്ദർഭമൊക്കെ ഉണ്ടായി. വളരെ വിഷമാവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ട് അവർ നമ്മളോട് ഈ കാര്യം പറയുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തപ്പോൾ ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ ആത്മാഭിമാനത്തിൽ അവരുടെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു കുടുംബം ഇത്രയും പ്രയാസം അനുഭവിച്ച് ഒരു കുടുംബം ജീവിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും കൂടി ഒരു ശ്രമദാനം നടത്തിയതാണ്. പല കാര്യങ്ങൾക്കും, ബെൽറ്റ് വാർപ്പായാലും മെയിൻ വാർപ്പായാലും സൺസൈഡ് വാർപ്പായാലും എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായ പ്രവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ ഉള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. CCV ന്യൂസ്, കൊണ്ടാഴി.